ഏപ്രിൽ മാസത്തിലും മെയ്യിൻ്റെ തുടക്കത്തിലും ഒക്കെ സെൻസസ് സർവകാല റെക്കോർഡിലേക്ക് വരുന്ന തരത്തിൽ മോദിക്ക് 3ാം ടേം കിട്ടും എന്ന അവകാശവാദത്തിൻ്റെ പ്രതിഫലനമായിട്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇത് വൻതോതിൽ ഇടിഞ്ഞു സെൻസെക്സ് എന്നാണ് കാണുന്നത്. ഒപ്പം തന്നെ അത് വിദേശ കമ്പനികൾ നിക്ഷേപത്തിൽ നിന്ന് പിൻവലിക്കുന്നതിൻ്റെ കൂടി ഭാഗമാണ് എന്നും വാർത്ത വരുന്നു. അപ്പോൾ ഏത് സൂചകം എടുത്താലും എവിടെയൊക്കെയോ BJPയുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ വാർത്തകൾ നമ്മളോട് പറയുന്നത്. 381 സീറ്റുകളിലെ പോളിംഗ് പൂർത്തിയായി കഴിഞ്ഞു. 4 ഘട്ടങ്ങളായി. ഇനി അവശേഷിക്കുന്നത് 163 സീറ്റുകൾ. അത്രേ ഉള്ളൂ. ഈ 163 സീറ്റുകളുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഇപ്പോൾ BJP ഒരു തൂത്തുവാരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഗുജറാത്തിലെ പോളിംഗ് കഴിഞ്ഞു, രാജസ്ഥാനിലെ പോളിംഗ് കഴിഞ്ഞു, മധ്യപ്രദേശിലെ പോളിംഗ് കഴിഞ്ഞു. അവർ എല്ലാ സീറ്റുകളും തൂത്തുവാരുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്ന സംസ്ഥാനങ്ങളാണ്. ഇപ്പോൾ ഗുജറാത്തിൽ നിന്ന് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഗുജറാത്തിലൊക്കെ അവസ്ഥ അറിയാമല്ലോ, കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ വരെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു. അവിടെ BJPക്ക് ഒരു 5 സീറ്റുകൾ വരെ കുറയുമെന്നാണ്. രാജസ്ഥാനിൽ സീറ്റുകൾ കുറയും. മധ്യപ്രദേശ് അവിടെ ഇൻഡോറിലാണ് നോട്ടയ്ക്ക് വേണ്ടിയാണ് അവിടെ കോൺഗ്രസ്സുകാരെല്ലാവരും തന്നെ പ്രചാരണം നടത്തിയത്. അവിടെ നിന്നെല്ലാം ലഭ്യമാകുന്ന വിവരങ്ങൾ ഒട്ടും ശുഭകരമല്ല. അപ്പോൾ BJPയുടെ കോട്ടകളിലെല്ലാം പോളിംഗ് കഴിഞ്ഞു. ഇനിയുള്ള സംസ്ഥാനങ്ങൾ ഇനി ഉത്തർപ്രദേശ്. അപ്പോൾ ഉത്തർപ്രദേശിൻ്റെ പ്രത്യേകത എന്തെന്നാൽ BJP തൂത്തുവാരുമെന്ന് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവിടെ വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നു. ഈ കെജ്രിവാളിൻ്റെ എല്ലാം പ്രചാരണം അവിടെ വലിയ മാറ്റമുണ്ടാക്കും. അവിടെ മാറ്റമുണ്ടാക്കും. മാത്രമല്ല ബീഹാർ BJPക്ക് തിരിച്ചടി നേടാൻ പോകുന്ന സംസ്ഥാനമാണ്. മഹാരാഷ്ട്ര BJPക്ക് വലിയ തിരിച്ചടി നേടാൻ പോകുന്ന ഒരു സംസ്ഥാനമാണ്. പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ തവണ 18 സീറ്റുകൾ കിട്ടി. ഇത്തവണ BJPയുടെ ഒരു കണക്കുകൂട്ടൽ ഒരു 30 സീറ്റുകളെങ്കിലും അവിടെ നിന്ന് പിടിച്ചാൽ മാത്രമേ എനിക്കൊരു കാര്യം മറ്റു സംസ്ഥാനങ്ങളിൽ ഈ BJPക്ക് പറ്റിയ ഏറ്റവും വലിയ 2 അബദ്ധങ്ങൾ. ഒന്ന്, ഈ ബീഹാറിൽ ഈ നിതീഷ് കുമാറിനെ വീണ്ടും കൂടെ കൂട്ടിയത്. അത് വലിയ തോതിൽ ഇയാളൊരു വിശ്വാസ്യത ഇല്ലാത്ത ആളാണ്. ഇയാളുടെ ഒരു വിശ്വാസ്യതക്കുറവിനെയും നിലപാടില്ലായ്മയും ചർച്ചയാക്കാൻ അവിടുത്തെ ഇന്ത്യ മഹാസഖ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് BJPയെ സംബന്ധിച്ചൊരു തിരിച്ചടി തന്നെയാണ്. നിതീഷ് കുമാറിന്റെ സാന്നിധ്യം സംശയമില്ല അവർക്ക് തിരിച്ചടിയാണ്. അതേപോലെ തന്നെയാണ് മഹാരാഷ്ട്രയിൽ സംബന്ധിച്ചതും. മറാത്ത വികാരം വലിയ തോതിൽ ആളിക്കത്തിച്ചുകൊണ്ട് അവിടെ ഉദ്ധവ് താക്കറെയുടെ ശിവസേന മുന്നോട്ട് പോകുന്നത്. അതായത് അവരെ പിളർത്തിക്കൊണ്ടാണല്ലോ പോയത്. നമ്മുടെ പൈതൃകത്തെ പിളർത്തിയാണ് BJP ഇവിടെ മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നത് എന്നൊരു വലിയ സന്ദേശം അവരുടെ അണികൾക്കിടയിൽ കൊടുക്കുന്നുണ്ട്. അതും തീർച്ചയായിട്ടും മഹാരാഷ്ട്രയിൽ BJPക്ക് തിരിച്ചടിയായിട്ടുണ്ട്. അപ്പോൾ ഈ 2 നീക്കങ്ങൾ ഒരു വലിയ മണ്ടത്തരം തന്നെയായിരുന്നു അവരുടെ ഭാഗത്ത്.